അല്ല പെട്ടെന്നൊരു ക്വസ്റ്റ്യൻ ആന്ന് പറ്റുന്നില്ല. അല്ല അങ്ങനെയല്ല, ഒരു ക്വസ്റ്റ്യൻ വെട്ടിയിട്ട് എഴുതാമല്ലോ. എന്താ എഴുതിയത് മാത്രമേ ചോദിക്കുള്ളൂ. ഇനി ഒന്ന് പുതിയൊരു ആലോചിച്ചെടുത്തോണ്ട് എഴുതി ഒരെണ്ണം വെട്ടിയിട്ട് എനിക്ക് വേറെ അടിയാലോ, അതെന്റെ സ്വാതന്ത്ര്യം. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ പരിപാടി ഹൂ നോസ് ബെറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു സെഗ്മെൻ്റാണ്. ഞാൻ ഒരു 7 ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഞാനൊരു 7 ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. എന്താ ഉദ്ദേശിച്ചെങ്കിൽ എനിക്ക് മനസ്സിലായിട്ടില്ല, എന്നാലും ഞാൻ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങളപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കും. തെറ്റ് പറയുന്ന ഏറ്റവും കൂടുതൽ തെറ്റ് പറയുന്ന ആൾക്ക് പണിഷ്മെൻറ്റും ഉണ്ട്. എന്ത് പണിഷ്മെൻറ്റ്? എന്ത്? അതാണ് ഡയറി മിൽക്ക്. ഒരു ഡയറി മിൽക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ തീരുമാനിക്കാം. മധുരമുള്ള ഒരു ശിക്ഷയായിക്കോട്ടെ. ഡയറി മിൽക്ക് വാങ്ങിച്ചു കൊടുക്കണം. ഓക്കെ ഓക്കെ. അപ്പോൾ ആദ്യം റീന ചോദിക്കും. ലേഡീസ് ഫസ്റ്റ്. ശരി, അപ്പോൾ തുടങ്ങാം. ഹേസു ചോദിക്കട്ടെ? അമ്മ ചോദിക്കട്ടെ? ഓക്കെ. ഞാൻ ആദ്യം ജോലി ചെയ്ത സ്ഥലം? പാലക്കാട്, രാജീവ് ഗാന്ധി. ഞാനാണോ? മാറി അങ്ങനല്ലേ? ശരി, ചോദിച്ചോ. ഞാനിവിടെ മാർക്ക് എഴുതിയിട്ടേക്കാം. ഓക്കെ. പറ്റുമെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ സ്കോർ ബോർഡ് പോലെ സെറ്റ് ചെയ്ത് തരാം. അറിയില്ല ഇങ്ങനത്തെ സെറ്റപ്പ് ഒന്നും. അയ്യോ, ചോദ്യം എന്ത് ചെയ്യില്ല. യേശുകുട്ടി, അപ്പോൾ ചോദിക്കട്ടെ. നമ്മൾ ഹണിമൂണിന് വേണ്ടി ആദ്യമേ നമ്മൾ പ്ലാൻ ഇട്ടൊരു സ്ഥലമുണ്ട്, ഓർമ്മയുണ്ടോ? ആദ്യമേ മാലദ്വീപ്. ഓക്കെ, കറക്റ്റ്. ഒന്നും നടന്നില്ല പക്ഷേ അല്ലേ? ആദ്യമേ മാലദ്വീപ്സ്, പിന്നെ ജമ്മു ആൻഡ് കാശ്മീർ, പിന്നെ കുളു മനാലി, തൃശ്ശൂരാണ് ഞങ്ങളുടെ ഹണിമൂൺ ആഘോഷം. ഹേസുവിന്റെ ബർത്ത് വെയിറ്റ്? 3 2 600. അറിയാമോ? ഇല്ല, ഒട്ടും പ്രതീക്ഷിച്ചില്ല. 2700. അയ്യോ, 2700. അപ്പൊ അത് പോയേ. ഞാൻ അടുത്ത ഞാൻ. ഓക്കെ. റീനെ പെണ്ണ് കണ്ട ആദ്യം നമ്മൾ വീഡിയോ കോളൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ ചാറ്റ് ചെയ്ത് സംസാരിച്ചു തുടങ്ങിയില്ലേ? അപ്പോൾ ഒറ്റ ഒരു സെന്റൻസ് ആണ് ഞാൻ വീണേന്നൊന്നും പറഞ്ഞു. അത് എന്ത് സെന്റൻസ് ആണ്? അതാ, ഒരാളെ കൊന്നാൽ പോലും കൂടെ നിൽക്കുമോ പറഞ്ഞത്. ഇപ്പൊ നിൽക്കുവോ? ഓക്കെ ഓക്കെ, മാർക്ക് ഞാൻ തോറ്റിരിക്കുകയാണ്. ഉണ്ട് ഉണ്ട്. പിന്നെ ഓക്കെ, ഞാൻ ചോദിക്കട്ടെ. എൻ്റെ 10th percentage? ഇതൊക്കെ എന്താ? ഞാൻ ജനിച്ചിട്ട് പോലും ഇല്ലല്ലോ. അല്ല, ഞാൻ ജനിച്ചിട്ടൊക്കെ ഉണ്ട്. അതൊക്കെ എനിക്ക് പരിചയമില്ല. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയും. 10th 80. നല്ല പെർസെന്റേജ് ഉണ്ടായിരുന്നു. 92. കറക്റ്റ്. ശരിയാ. ഓക്കെ, ചോദിച്ചോ. അയ്യോ, അടുത്ത ഞാനല്ലേ? അടുത്ത ഞാൻ. കല്യാണം കഴിഞ്ഞതിന് ശേഷം റീന ഒരു ഫുഡ് എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നു. അതിനുശേഷം എനിക്ക് അത് ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് ആയി. ഒരു കോമ്പിനേഷനാ. അതെന്തുവാ? കപ്പ, മീൻകറി, തൈര്. അത് തന്നെ, ഇതന്നെ. തലേ ദിവസത്തെ ചോറും മോരും നല്ല മീൻകറിയും കപ്പയും തൈരും മറ്റേ കുഞ്ഞുള്ളിയും പച്ചമുളക് ഇട്ട് ഇളക്കിയിട്ടൊരു പിടി. എന്നാ ടേസ്റ്റാ. കറക്റ്റ്. എല്ലാം ജയിച്ചു വരുവാണല്ലോ. എനിക്ക് കുഞ്ഞിലുണ്ടായിരുന്നൊരു വിയേർഡ് ഹാബിറ്റ്. സോപ്പ് നക്കുന്നു. കറക്റ്റ്. ഗൈസ് കേൾക്കണം, ഞാൻ സോപ്പ് ടൈപ്പാണ്. ഓക്കെ, ചോദിച്ചോ. നമ്മൾ തൃശ്ശൂർ നിന്ന അപ്പാർട്ട്മെന്റിന്റെ പേര്? ആഞ്ജനേയ. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ. ഞാൻ ചോദിക്കട്ടെ. നമ്മൾ ആദ്യമായിട്ട് ഒന്നിച്ച് കണ്ട സിനിമ കല്യാണം കഴിഞ്ഞിട്ട്? ഹൃദയം. കറക്റ്റ്. ചോദിച്ചോ. എൻ്റെ കുഞ്ഞുനാളിൽ വിളിക്കുന്ന പേര്, മമ്മിയൊക്കെ വിളിക്കുന്ന ഒരു പേരുണ്ട്. ഓക്കെ, കറക്റ്റ്. നമ്മൾ ആദ്യമായിട്ട് കണ്ടപ്പോൾ ഞാനിട്ട ഡ്രസ് കളർ പെണ്ണ് കാണാൻ വന്ന സമയത്ത്?
പെണ്ണിനെ ഞാൻ നല്ലപോലെ നോക്കിയില്ല, പിന്നെ എങ്ങനെ എന്നാലും വൈറ്റ് അല്ല, റെഡ് അങ്ങനെയൊന്നും പറ്റത്തില്ല. അറിയണ്ട, അതൊക്കെ അറിയത്തില്ല. എനിക്ക് ഓർമ്മയുണ്ടല്ലോ, എനിക്ക് ഓർമ്മയുണ്ടല്ലോ. എന്റെ ഡ്രസ്സിന്റെ കളർ അതെല്ലാം കോമൺ ആയിട്ട് ഇടുന്ന ബ്ലൂ പാന്റും ഒരു വൈറ്റ് ഷർട്ടും അതൊക്കെ സിമ്പിൾ ആയിട്ട് ഓർക്കാൻ ഞാൻ പറയട്ടെ, യെല്ലോ കളർ ടോപ്പ് ഓർമ്മയില്ലേ? യെല്ലോ കളർ ടോപ്പും ഗ്രീൻ പാന്റും. അപ്പൊ അത് പോയല്ലോ. എനിക്ക് ചോദിച്ചോ. എൻ്റെ ശരീരത്തിൽ എത്ര സ്റ്റിച്ചുകളുണ്ട്? അല്ല, സ്റ്റിച്ചുകളുടെ എണ്ണമല്ല, എത്ര ഏരിയയിൽ സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്? കയ്യില് 1, താടിയില്, ഇവിടെ, 3, പിന്നെ തലയില് 4. ഒരെണ്ണത്തും കൂടെ ഒരു സ്ഥലത്തും കൂടെ ഉണ്ട്. മൊത്തം കൂടെ എനിക്ക് എത്ര പറയുന്നത്? 4 റീന കൺഫേം? തലയിൽ 2 തലയിൽ 2 ഉണ്ട്. പിന്നെ ഇവിടെ, പിന്നെ കയ്യില് ഇവിടെ. അപ്പൊ 4 ആവത്തുള്ളൂ. അല്ല, 1, 2, 3, 4. പക്ഷെ 5 അടുത്ത് സ്റ്റിച്ച് ഉണ്ട്. 5 എണ്ണം സ്റ്റിച്ച് ഉണ്ട്. ഇവിടെ തന്നെ 2 വട്ടം ഇട്ടിട്ടുണ്ട്. കുഞ്ഞുനാളിൽ 1 വട്ടം ഇട്ടിട്ടുണ്ട്. പിന്നെ വലുതായപ്പോൾ ഇവിടെ തന്നെ ഇട്ടിട്ടുണ്ട്. യെസ്. അപ്പൊ എനിക്ക് എഴുതാൻ പോലോ? ഇല്ല, അങ്ങനെ 5 നമ്പർ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ നമ്പറാ പറഞ്ഞത്. അപ്പൊ എനിക്ക് മാർക്കില്ലേ? അത്ര ഞാൻ പറഞ്ഞില്ലേ? എന്തായാലും റീന തന്നെ ജയിക്കാൻ പോകുന്നത്. കുഴപ്പമില്ല, ഞാൻ ചോദിക്കട്ടെ. ഓക്കെ, എൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇത്. ഞാൻ പഠിച്ച സ്കൂളിന്റെ പേര്. എന്തൊരു ചതിയാണോ ഇതൊക്കെ? സെന്റ് ജോസഫ്. പിന്നെ ആരും എടുത്തതാ? സെന്റ് മേരീസ്. ഒന്നുമല്ല. പിന്നെ കുറെ സൈറ്റ് അങ്ങ് പറഞ്ഞാൽ മതിയല്ലോ. അറിയാമോ? കൊടുമൺ സ്കൂൾ. കൊടുമണ്ണാണ് സ്കൂള്, പക്ഷെ സ്കൂളിന്റെ പേര് ഞാൻ പറയട്ടെ. MGM സെൻട്രൽ സ്കൂൾ. ഇങ്ങനത്തെ ചോദ്യമൊക്കെ. അച്ഛൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. എൻ്റെ എത്രാമത്തെ പെണ്ണ് കാണലാണ് റീന? 3rd. കറക്റ്റ് അല്ലേ? അപ്പോൾ തോറ്റു മക്കളെ. അപ്പോൾ അത്രേ ഉള്ളൂ, അത്രയും ക്വസ്റ്റ്യൻസേ ഉള്ളൂ. നമുക്ക് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങൾ സെക്കൻഡ് പാർട്ടും കൊണ്ട് വരാം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞങ്ങൾ ഇതുകൊണ്ട് നിർത്താം. ഇല്ല, എന്നാലും ഞങ്ങൾ ഇടും കേട്ടോ, കുഴപ്പമില്ല. അതെ, അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആരെങ്കിലും ഷെയർ ചെയ്യോടെ? ചെയ്തോ. ആർക്കെങ്കിലും ബൈ ബൈ. ഓക്കെ.